എക്സിബിഷൻസിനും ഫ്ലവർ ഷോനൊക്കെ ചെന്നിട്ട് കോളിഫ്ലവർ ബജി കഴിച്ച് വീട്ടിൽ ചെന്ന് പരീക്ഷിച്ചിട്ട് ആ ഒരു ടേസ്റ്റും ക്രിസ്പിനെസ്സും എപ്പോഴെങ്കിലും കിട്ടിയിട്ടില്ലെന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? അങ്ങനെ തോന്നി ആരെങ്കിലും ഇത് കാണുന്നുണ്ടെങ്കിൽ ഈ രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കണേ. ആദ്യം തന്നെ ഞാൻ കോളിഫ്ലവർ നന്നായിട്ട് കഴുകിയിട്ട് ഞാൻ നന്നായിട്ട് ഒരു 2 മിനിറ്റ് തിളപ്പിച്ചെടുത്ത് ഊറ്റി വയ്ക്കുകയാണേ. ഒട്ടും ജലാംശം ഉണ്ടാവാൻ പാടില്ല. പിന്നെ ഞാൻ പൊടികളിടാണ്. 2 ടേബിൾ സ്പൂൺ മൈദപ്പൊടി ഇട്ട് കൊടുത്തു. പിന്നെ ഞാൻ 2 ടേബിൾ സ്പൂൺ കടലമാവ് ഇട്ടിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും കൂടി ഇട്ടിട്ടുണ്ട്. പിന്നെ 1 ടേബിൾ സ്പൂൺ നിറയെ കാശ്മീരി ചില്ലി ഇട്ടു. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പിട്ടിട്ടുണ്ട്. ഒരു പിഞ്ച് ഓഫ് മഞ്ഞൾപ്പൊടി ഇടാം കേട്ടോ. അതിൽ കൂടരുത്, കളറ് മൊത്തം പോവും. പിന്നെ 1/4 സ്പൂൺ ചിക്കൻ മസാല ഇട്ടുന്നുണ്ട്. പിന്നെ നമുക്ക് വേണ്ട കറിവേപ്പിലാണ് കേട്ടോ. അതും കൂടി ഇട്ട് നന്നായിട്ട് ഇതിലേക്കൊന്ന് കോട്ട് ചെയ്തെടുക്കുക. വെള്ളമൊന്നും ഇപ്പോൾ ചേർക്കരുത്. അത് പിന്നെ നന്നായിട്ട് മിക്സ് ചെയ്യുക. ആ തണ്ട് ഭാഗം ഒഴിച്ച് ബാക്കി എല്ലാ ഭാഗത്തും ഈ ഒരു ഫ്ലോർ മിക്സ് എത്തണം കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിയുമ്പോൾ വെറും ഒരു സ്പൂൺ വെള്ളം കയ്യിലേക്ക് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് താളിക്കുക. ജസ്റ്റ് ആ ഒരു കോട്ടിങ് ഒന്ന് ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണേ. കൂടിപ്പോകരുത് കേട്ടോ, പണി പാളും. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മളൊരു 20 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക. ഫ്രൈ ചെയ്യുന്നതിൻ്റെ തൊട്ട് മുൻപേ ആയിട്ട് കുറച്ച് കോൺഫ്ലവർ ഇതുപോലെ എടുത്തൊന്ന് വിതറാം കേട്ടോ. വിതറിയാൽ മതിയേ, മിക്സ് ചെയ്യരുത്. മിക്സ് ചെയ്താൽ തീർന്നു. അപ്പോൾ നമ്മളൊരു പാൻ ചൂടാൻ വെച്ചിട്ട് സൺഫ്ലവർ ഓയിൽ ഒഴിക്കുക. അതൊന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ കോളിഫ്ലവർ ഓരോരോ ഫ്ലോററ്റ്സ് ആയിട്ടിട്ട് ഒന്നിൻ്റെ മീതെ ഒന്നായിട്ട് ഒരിക്കലും ഇടരുത് കേട്ടോ. ജസ്റ്റ് ഒരു ഗ്യാപ്പ് ഇട്ട് മെയിൻറ്റെയിൻ ചെയ്ത് അതൊന്ന് ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചാട്ടോ ഞാൻ ഫ്രൈ ചെയ്യാറ്. ഏകദേശം ഒരു 10 to 15 മിനിറ്റ്സ് എടുക്കും കേട്ടോ നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ കിട്ടാൻ. കൂടുതൽ പേർക്കും പരാതിയാണ് ആ ഒരു ക്രിസ്പിനെസ് കിട്ടണില്ല എന്നുള്ളത്. അതിനുള്ള മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ കൂടുതൽ നേരം വേവിക്കണതൊക്കെ ആയിരിക്കും. പിന്നെ ഇതിൽ ഈ ബാറ്ററിൽ കുറേ വെള്ളം ആവണതൊക്കെയാണ്. അപ്പോൾ നമ്മുടെ കോളിഫ്ലവർ ഇവിടെ സൂപ്പറായിട്ട് റെഡി ആയിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഞാനിത് എത്ര ക്രിസ്പി ആണെന്ന് ലാസ്റ്റ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചു തരാം. അപ്പം നമ്മുടെ കോളിഫ്ലവർ ബജി തയ്യാറായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. താങ്ക് യു.